രവീന്ദ്രനാഥ് റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞാൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു. രവിച്ചേട്ടൻ നാളെ വരും. പത്മാവതി അമ്മ എന്റെ പേരൊന്ന് ഓർത്തു നോക്കൂ. എന്താ പേര്? എവിടുന്ന് വരുന്നു? ഞാൻ ഡോക്ടർ അയ്യപ്പൻ നായർ. പറയൂ, എന്താണ് എന്റെ പേര്? അയ്യപ്പൻ നായർ. ആ, എന്താ ജോലി? ഞാൻ ഡോക്ടറാണ്. മനസ്സിലായില്ലേ? എവിടുന്ന് വരുന്നു? എന്താ പേര്? ഡോക്ടർ റാണി ഫിലിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമല്ലോ, ശ്രദ്ധിച്ചില്ലേ? ഞാൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഓർമ്മയൊന്ന് മിന്നി മറഞ്ഞു. പിന്നെയും ഞാൻ ആരാണെന്നാ ചോദ്യം. നമ്മൾ എത്ര പ്രാവശ്യം ഉത്തരം പറഞ്ഞാലും ചോദിച്ച ചോദ്യം തന്നെ പിന്നെയും ചോദിക്കും. രോഗം ഡിമെൻഷ്യ തന്നെ. ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ഡിസീസ് ആൻഡ് ഷീ ഈസ് ഇൻ എ സ്റ്റുപ്പറസ് കണ്ടീഷൻ. പ്രധാനമായും ഈ രോഗം പെട്ടെന്ന് വേഴ്സാകാതിരിക്കാൻ 2 മരുന്നുകളാണ് കൊടുക്കാറ്. എക്സിലോൺ ടാബ്ലറ്റും പിന്നെ അവിക്യാപ്പും. ഇത് രണ്ടും തന്നെയാണ് ഡോക്ടർ റാണി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യൂ. ഞാൻ ഇനിയും വരാം. അമ്മേ, ഇപ്പം വന്നിട്ട് പോയത് ആരാണ്? ആരാ? എന്തിനാ വന്നത്? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കൊച്ചു പിള്ളേരെ പോലെ ശാഠ്യം പിടിക്കാതെ ഇതങ്ങ് കുടിക്കളിയാ. മതി, വേണ്ട. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. നിന്റെ കാര്യം എന്തായി? വിനീത പിന്നെ കണ്ടോ? ഓ, ഞാനതങ്ങ് വിട്ടു. വിനീത വിട്ടെന്നോ? വിട്ടില്ല, അവളുടെ പിന്നാലെ പോകുന്ന അങ്ങ് നിർത്തി. നടന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. ഒന്ന് വേഗം നടക്കും മിന്നു. അച്ഛൻ വെറുതെ വഴക്കു പറയും. എടി, നിന്നോടാ പറഞ്ഞ വായി നോക്കാതെ വേഗം നടക്കാൻ. അതിനമ്മ ഇങ്ങനെ നടന്ന് കാണുന്നത് എന്തിനാ? ആ സ്ത്രീ നമ്മളെ കുറച്ചു നേരമായിട്ട് നോക്കുന്നു. അവരുടെ സാരി ഉണ്ടോ? അത് ഞാനൊന്ന് നോക്കിയതാ. എത്ര നല്ല സാരി, നല്ല ഡിസൈൻ. ആ കഴുത്തി കിടക്കുന്ന മാലയ്ക്ക് എന്ത് ഭംഗി. ആരാ അത്? ഇവിടെ കണ്ടിട്ടുള്ളതല്ലോ. നല്ല മാല. ആ, അത് നോയിക്കൊണ്ട് നിന്നോ. നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇങ്ങോട്ട് നടക്ക്. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ കുട്ടി മഞ്ജു വാര്യരുടെ റിലേഷൻ ആണോ? അയ്യോ അല്ല, അവര് കണ്ണൂർ കാസർഗോഡൊക്കെ അല്ലേ. ഞങ്ങൾ ഇവിടുത്തുകാരാ. നല്ല മുഖഛായ. മോള് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അയ്യോ, ഇവളോ? നല്ല കാര്യായി. എന്താ അത്? നല്ല മുഖവും ബോഡി ഷേപ്പും ആണല്ലോ. സിനിമയിലും സീരിയലിലും ഒക്കെ ആളെ ആവശ്യമുള്ള സമയാ. മോൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. എന്റെ പരിചയത്തിലെ 2 ഡയറക്ടർമാർ പുതിയ സീരിയലിലേക്ക് നായികയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഫോട്ടോ തന്നാ ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ, ഇവളോ? ഹീറോയിൻ ആയിട്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഈ കുട്ടിക്ക് നല്ല ക്യാമറ ഫേസ് ഉണ്ട്. പാദം മുതൽ മുഖം വരെ നല്ല ബോഡി സ്ട്രക്ചറും. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല, അതിനൊന്നും സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവളുടെ അച്ഛനും അതൊന്നും ഇഷ്ടമല്ല.
പക്ഷേ പഠിച്ചിട്ടില്ല എന്നാരും കണ്ടാ പറയില്ല. നല്ല ഗ്രേസ്ഫുൾ ആണ്. ഏത് ഡയറക്ടർ കണ്ടാലും കൊത്തിക്കൊണ്ടു പോവും. ഒരു കാര്യം ചെയ്യ്, അഡ്രസ്സും ഫോൺ നമ്പറും തന്നോളൂ. ഞാൻ ഒരു കൂട്ടരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഈ കുട്ടിക്ക് സീരിയലിലും സിനിമയിലും ഒക്കെ നല്ല ഭാവിയുണ്ട്. അയ്യോ അയ്യോ, ചേട്ടനോട് ചോദിക്കാതെ. ചോദിച്ചിട്ട് മതി. സീരിയൽ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്തു നല്ല വരുമാനമാ. ഈ മോളുടെ അത്ര ഭംഗിയുള്ള പിള്ളേർക്ക് ഒരു കുറ്റവും പറയാതെ ദിവസം 10,000 രൂപ ആരും തരും. വളർന്നു കഴിഞ്ഞ ഒരു മാസത്തിൽ 10-20 ദിവസത്തെ ഷൂട്ടിംഗ് കാണും. അപ്പൊ രൂപ എത്ര കിട്ടും കയ്യില്? അതൊന്ന് കണക്കൂട്ടി നോക്കി. 2 ലക്ഷം ഒരു മാസത്തിൽ. അയ്യോ, അത്രയ്ക്കൊക്കെ കിട്ടുമോ? അമ്മേ, സീരിയൽ അഭിനയിക്കാൻ എനിക്കും ഇഷ്ടമാ. ആന്റി സീരിയൽ എടുത്തിട്ടുണ്ടോ? ഇതെന്തൊരു ചോദ്യം. എന്താ കുട്ടിയുടെ പേര്? മിന്നു. എന്റെ മിന്നുക്കുട്ടി, പൊന്നു മോളെ, ഇപ്പൊ നമ്മുടെ ചാനലുകൾ വന്നുകൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ പകുതി എന്റെ പണം കൊണ്ട് എടുക്കുന്നതാ. പക്ഷെ ഒന്നിലും എന്റെ പേര് വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കരുത് എന്നല്ലേ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മിന്നു എന്ന പേര് നമുക്കൊന്ന് മാറ്റണം. നല്ല പേര് ആന്റി കണ്ടുപിടിച്ച് തരും. ഈ നയൻതാര എന്നൊക്കെയുള്ള സ്റ്റൈലില്. ആന്റിയുടെ പേരെന്താ? കൽപ്പന കാർത്തിക്. ദാ എന്റെ കാർഡ്, എന്റെ മൊബൈൽ നമ്പറും ഇതിലുണ്ട്. ഇതിൽ വിളിച്ചാൽ മതി. ഞാനൊരു സൂപ്പർ ഡയറക്ടറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്റെ ദേവി, ശോ, ഇത് ശരിക്കും ദേവിയുടെ അനുഗ്രഹം തന്നെ. ഇന്ന് മിന്നുവിന്റെ പിറന്നാളാ. കുട്ടിയുടെ സമയം മാറുന്നു. ഓ, പിറന്നാളായിട്ട് മിന്നുവിന് എന്തെങ്കിലും തരണമല്ലോ. എന്താ ഇപ്പൊ തരിക? പണം തരുന്നത് ശരിയല്ല. ദാ ഈ മോതിരം ഇരിക്കട്ടെ. അയ്യോ, നമ്മുടെ കൂടിക്കാഴ്ചയ്ക്ക് ഒരു അർത്ഥം. അയ്യോ, എന്താ ഇത്? ഇത് വേണ്ടായിരുന്നു. ഒരു പരിചയമില്ലാതെ. പരിചയമില്ലെന്നോ? ആ ദേവിയല്ലേ നമ്മളെ പരിചയപ്പെടുത്തിയത്. എന്റെ മോളെ, ആ അമ്പലത്തിലും മഹാലക്ഷ്മി, നമ്മുടെ മുമ്പിലും ഒരു മഹാലക്ഷ്മി. ഈശ്വര, ഇതൊന്നും വലിയ കാര്യമല്ല. ഇന്നലെ അനാഥയായ ഒരു പെൺകുട്ടി എന്റെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. അവളുടെ ദുഃഖകഥ കേട്ട് എന്റെ മനസ്സലിഞ്ഞു. ആ സമയത്ത് എന്റെ 2 വളകളാ ഞാൻ ഊരിക്കൊടുത്തത്. ഈശ്വര, സ്വർണ്ണ വളകളോ? സ്വർണം തന്നെ, തനി സ്വർണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫോൺ ചെയ്യ്. ഞാൻ ആരാണെന്നും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും കാണാനിരിക്കുന്നതേ ഉള്ളൂ. സീരിയലിൽ അഭിനയിക്കാനോ? എന്റെ മോളോ? കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു തന്നെ എന്ന് കരുതി ഇവക്ക് സിനിമയിലും സീരിയലിലും നായികയാകാനുള്ള കഴിവും സൗന്ദര്യവും ഉണ്ടെന്ന് ധരിക്കാൻ മാത്രം വിവരക്കേട് എനിക്കില്ല. ഇനി അഥവാ അങ്ങനെ നടന്നാൽ തന്നെ എന്റെ മോൾ അഭിനയിക്കാൻ പോകുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ എന്തിനോടാ ഇഷ്ടമുള്ളത്? സ്വയം നന്നാകത്തില്ല. ഭാര്യ മോള് നന്നാവാനൊട്ട് സമ്മതിക്കത്തുമില്ല. മൂലയിൽ ഗണപതിയെ പോലെ പൊളിഞ്ഞ ഈ ഓലയുടെ കീഴിൽ ഇങ്ങനെ പത്രവും വായിച്ചുകൊണ്ടങ്ങിരിക്കും. ആ കാറിൽ വന്ന് ഇറങ്ങിയ സ്ത്രീ എന്റെ മോളെ നോക്കിയ നോട്ടം ഒന്ന് കാണുമായിരുന്നു. അവരുടെ മുഖം അങ്ങ് വിടർന്നു. സത്യം പറയാലോ, എന്റെ മോൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. ദേ, ഇത് കണ്ടോ? ഈ മോതിരം ആ സ്ത്രീ മോൾക്ക് ബർത്ത്ഡേ പ്രസന്റ് ആയി കൊടുത്തതാ. ആ സ്ത്രീ കുഴപ്പക്കാരിയാണെന്നതിന് തെളിവ് ഈ മോതിരം തന്നെ. ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടിക്ക് 1/2 പവനോളം വരുന്ന മോതിരം സമ്മാനമായി കൊടുക്കാന്ന് വെച്ചാ അതിന്റെ പിന്നിൽ അവർക്ക് എന്തോ ഗൂഢ ലക്ഷ്യമുണ്ട്. എന്തിനാ മനുഷ്യ ആ നല്ല സ്ത്രീ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? ഷോ, ഇത്രയും കുലീനതയുള്ളൊരു സ്ത്രീയെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഷോ, അവരുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കണം. എന്തൊരു പ്രകാശമാണെന്ന് അറിയാമോ? ഞാൻ പതിവായി വഴിപാട് കഴിച്ചതിന്റെ ഫലമാ നമ്മുടെ സമയം തെളിഞ്ഞു. ദേ, നമ്മൾ നശിക്കാൻ നോമ്പ് നോറ്റിരിക്കുന്ന എന്റെ തള്ളയുടെ അനിയത്തിമാരുടെ മുമ്പിൽ കൂടി എനിക്ക് തല ഉയർത്തിപ്പിടിച്ചൊന്ന് നടക്കണം. ദേ, ചേട്ടനൊരു കാര്യം അറിയാമോ? ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന സീരിയലുകളിൽ പാതി അവര് പിടിച്ചതാ.
എന്ന് പറഞ്ഞ അവരുടെ പണം കൊണ്ട്. അവരുടെ പേരെന്താന്നാ പറഞ്ഞേ? കൽപ്പന കാർത്തിക്. ആ അങ്ങനെ ഒരു പേര് ഒരു മലയാള സീരിയലിലും ഞാനിതുവരെ കണ്ടിട്ടില്ല. കൽപ്പന കാർത്തിക് എന്ന പേരിൽ ഒരു ഹിന്ദി നടി ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അവരും ദേവാനന്ദും കൂടെ അഭിനയിച്ച ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ദേ ഒരുപാട് കളിയാക്കല്ലേ. ദേ ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മുഖത്ത് വന്ന് കയറുന്ന മഹാലക്ഷ്മി തൂത്ത് കളയരുത്. ദേ ഒരു ദിവസം 10,000 രൂപ വരെ പ്രതിഫലം കിട്ടുമത്രേ സീരിയലിൽ അഭിനയിച്ച. 10,000 രൂപയെ ദിവസം 10,000 രൂപ എന്ന് പറഞ്ഞ മാസം കാശെത്രയായി? വെറുതെയാണോ വലിയ വലിയ വീടുകളിലെ പെണ്ണുങ്ങൾ വരെ സീരിയലെന്നും പറഞ്ഞ് ഓടി നടക്കുന്നത്? എടി, അതൊന്നും പറഞ്ഞു കേൾക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. ദിവസം 10,000 രൂപ കിട്ടും. അത് വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കാ. അതായത് സിനിമയിലൊക്കെ അഭിനയിച്ച് പേരെടുത്ത നടികൾ സീരിയലിൽ അഭിനയിച്ച ചിലപ്പോ 5,000-ഓ 10,000-ഓ കിട്ടിയേക്കും. ആദ്യമായി അഭിനയിക്കാൻ ചെല്ലുന്നവർക്ക് ഒരു ദിവസം പരമാവധി ഒരു 500-ഓ 1000-ഓ, അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല. അയ്യടാ, ഇത് കേട്ടാ തോന്നും നമ്മൾ വലിയ സീരിയൽ പ്രൊഡ്യൂസർ ആണെന്ന്. ഇതറിയാൻ പ്രൊഡ്യൂസർ ആവണ്ട, സാമാന്യ ബുദ്ധിമതി. ദേ ഇത് കേട്ടോ, എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ അഭിനയമോഹം കൊണ്ട് ഒരു സീരിയൽ പിടിച്ച കഥ എനിക്കറിയാം. ഫലം എന്താണെന്നറിയാവോ? കിടപ്പാടം വരെ വിറ്റു. ഭാര്യ പിള്ളേരെയും കൊണ്ട് അവിടെ വീട്ടിൽ പോയി. നിങ്ങൾക്കല്ലെങ്കിലും എന്ത് കേട്ടാലും മൂശേട്ടത്തിരമേ നാക്കി വരൂ. ഒരു കാര്യം അതിന്റെ നന്മയോടെ വിചാരിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല. അല്ല, നിങ്ങളുടെ വീട്ടിൽ ആരും അത് ശീലിച്ചിട്ടില്ലല്ലോ. നിന്റെ വീട്ടുകാരെല്ലാം നന്മയോടെ കാണുന്നവരാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ പരാതിപ്പെടുന്നില്ല. ഏതായാലും പെങ്കൊച്ചിനെ സീരിയലിലും സിനിമയിലും വിടാൻ എനിക്കൊട്ടും താല്പര്യമില്ല. ഒന്നാമത് അവൾക്ക് അതിലൊന്നും ടാലന്റ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു. ടാലന്റ് ഉണ്ടോന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ സീരിയൽ ഡയറക്ടറാണോ? ടാലന്റ് ഒക്കെ കാണേണ്ടവര് കണ്ടുപിടിച്ചോളും. എന്റെ മോൾക്ക് ടാലന്റ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണേ അവൾ എന്റെ മോളാ. ദേ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തിരുവാതിര കളിക്കും ഫാൻസി ഡ്രസ്സിന് സമ്മാനം മേടിച്ചവളാ ഈ വിമല. മോണ ആക്ടിന് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. നിന്റെ ടാലന്റിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ എന്റെ മോടെ കാര്യമാണ് പറഞ്ഞത്. അമ്മയ്ക്ക് ശരിക്കും സമ്മാനം കിട്ടിയിട്ടുണ്ടോ? എന്തായിരുന്നു അമ്മ ഫാൻസി ഡ്രസ്സിന്റെ വേഷം? കരടി. ദേഹത്താകെ വാഴപ്പോളയും പുല്ലും ഒക്കെ കെട്ടിവെച്ച് കരിയും പൂശി. എന്ത് രസമായിരുന്നോ കാണാൻ. കരടി വേഷത്തിന് ഒന്നും വെച്ച് കെട്ടേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട. എന്റെ മോൾക്ക് ദിവസം 10,000 രൂപ കിട്ടാൻ പോകുന്നെന്നറിഞ്ഞപ്പോ അവളുടെ തന്തയ്ക്ക് പോലും കണ്ണുകടിയ. ഇൻഷുറൻസും പ്രോവിഡന്റ് ഫണ്ടും ഒക്കെ പിടിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നുണ്ടോ 10,000 രൂപ? ഇല്ലല്ലോ. എടി വിമലേ, വെറുതെ ബോധമില്ലാതെ സംസാരിക്കരുത്. വല്ലവരും വല്ലതും പറയുന്നത് കേട്ട് കുടുക്കി ചെന്ന് ചാടരുത്. നീ ഈ പറയുന്ന സ്ത്രീയെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല. സിനിമയും സീരിയലും ഒക്കെ എടുത്ത് പരിചയമുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഡയറക്ടറോ പ്രൊഡ്യൂസറോ വരട്ടെ, നമുക്ക് ആലോചിക്കാം. ചേട്ടൻ ആ സ്ത്രീയെ നേരി കാണാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ദേ അവര് ഫോൺ നമ്പരും അഡ്രസ്സും ഒക്കെ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഉയർച്ചയ്ക്കുള്ള തുടക്കമാണെന്നാ. അമ്പലത്തിന്റെ നടയ്ക്ക് നേരെ നിന്ന് അവരത് പറഞ്ഞത്. ദേ ഞങ്ങൾ തൊഴുത് പ്രസാദം മേടിച്ച് നടന്നു വരുന്ന സമയം. പിറന്നാളായിട്ട് എന്റെ മോക്ക് 1/2 പവന്റെ സ്വർണം അത് ദേവി തന്നെ കൊടുത്തതാ. ഞാൻ എത്ര കാലമായി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവമായിട്ട് കാണിച്ചു തന്ന വഴിയാ. അല്ലെങ്കിൽ തന്നെ എന്റെ ജാതകത്തിലുണ്ട് ഭർത്താവിനെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല, സന്താനത്തിനെ കൊണ്ട് മാത്രമേ എനിക്കൊരു നല്ല കാലം വരുള്ളൂ എന്ന്. വിമലേ, നീ വെറുതെ ഓരോന്നും മോഹിക്കല്ലേ, അവസാനം വിഷമിക്കേണ്ടി വരും. ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെ കഴിയാൻ പഠിക്കണം. എപ്പോഴും മുകളിലേക്ക് നോക്കാതെ വല്ലപ്പോഴും ഒന്ന് താഴേക്ക് നോക്കണം. എത്രയോ തള്ളമാര് പ്രായമായ പെൺമക്കളെയും കൊണ്ട് തെരുവിൽ കഴിയുന്നു. നമുക്ക് ആ സ്ഥിതി വന്നിട്ടില്ലല്ലോ, അതോർത്ത് ആശ്വസിക്കണം. നിങ്ങൾ എതിർത്താലും എന്റെ മോളെ ഞാൻ സീരിയലിൽ വിടും, പറ്റുമെങ്കിൽ സിനിമയിലും വിടും. ആ കൽപ്പന ചേച്ചി പറഞ്ഞ എന്താന്നറിയോ? എന്റെ മോളെ കണ്ട മഞ്ജുവാര്യരെ പോലുണ്ടെന്ന്. എന്റെ വിമലേ, മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ നടിയാണ് ആ കുട്ടി. അതിനെ ഇങ്ങനെ അപമാനിക്കരുത്. ഭഗവാനെ, കൂടുതലൊന്നും വേണ്ട. ഇതിന് തൊട്ടടുത്ത റോഡ് സൈഡിൽ ഒരു 10 സെന്റ് വാങ്ങിച്ച് ഒരു 2 നില ടെറസ് വീട് വയ്ക്കാനുള്ള കാശ് മതി. പിന്നൊരു കാറും.
ഈ നശിച്ച കൂട്ടങ്ങളുടെ ഇടയിന്ന് അങ്ങനെ മാനമായിട്ട് തന്നെ എനിക്ക് രക്ഷപ്പെടണം. ഇതാണ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. നന്നായി പഠിക്കുന്ന ഈ കൊച്ചിന്റെ മനസ്സ് ദുഷിപ്പിച്ച് ഈ കുടുംബം നശിപ്പിക്കാനാ നീ ശ്രമിക്കുന്നത്. എനിക്കത്രേ പറയാനുള്ളൂ. ഏത് സീരിയലാ മിന്നു ചേച്ചി അഭിനയിക്കാൻ പോകുന്നത്? പേരൊന്നും ഇട്ടിട്ടില്ല, കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അയ്യോ, എന്ത് രസമായിരിക്കും മിന്നു ചേച്ചി സീരിയൽ അഭിനയിച്ചാൽ. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എനിക്ക് നല്ല പേരാകും. കേട്ടാ കേട്ടാ, പിള്ള മനസ്സിൽ കള്ളമില്ല. ഏതായാലും അമ്മയുടെ അമ്മൂമ്മയുടെ കുശുമ്പൊന്നും ഈ കുഞ്ഞിന് കിട്ടിയിട്ടില്ല. വല്യമ്മ അഭിനയിക്കോ? വല്യമ്മ സുന്ദരിയാണല്ലോ. എന്റെ അമ്മയെക്കാൾ സുന്ദരിയാ വല്യമ്മ. എന്റെ മോനിങ്ങ വന്നേ, എന്റെ പൊന്നു മോൻ. എന്റെ അപ്പുമോനെ, നിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ. നല്ലൊരു ചാൻസ് വന്നാൽ എനിക്കും അഭിനയിക്കാലോ, വല്ല ചേച്ചിയുടെ അമ്മയുടെ ഒക്കെ വേഷത്തിൽ. ദിവസം 10,000 ഒന്നും വേണ്ട, വല്ല 2,000 3,000 ഒക്കെ കിട്ടിയാ മോശമാണോ? ഞാൻ പോയി അമ്മയുടെ അമ്മമ്മയോടും പറയട്ടെ, മിന്നു ചേച്ചിയും വല്യമ്മയും കൂടെ അഭിനയിച്ച എന്ത് രസമായിരിക്കും. ഓടിച്ചല്ലേ ഓടിപ്പോയി പറ മോനെ, എല്ലാരോടും പറയണേ. അയ്യോ ദേ, ഇപ്പൊ കേൾക്കുമ്പോ ഒക്കെ കലി കയറും. കുശുമ്പി കുശുമ്പി, നന്നാവുന്ന ഇഷ്ടപ്പെടില്ല. ഓ, ഒന്ന് അനങ്ങി ജോലി ചെയ്യടി. ആ, ഭർത്താവ് ഗൾഫിലാണെന്നുള്ള അഹങ്കാരമൊന്നും ഇനി വേണ്ടല്ലോ. കുറച്ച് ദിവസമായി അമ്മ ശവത്തെ കുത്താൻ തുടങ്ങിയിട്ട്. അമ്മ നോക്കിക്കോ, ഞാൻ ഇതിനൊക്കെ അമ്മയോട് നല്ല ചുട്ട മറുപടി പറയുന്നുണ്ട്. എന്റെ സുനിച്ചേട്ടന്റെ അപകാരകാലം ഒന്ന് കഴിഞ്ഞോട്ടെ. അമ്മേ, അമ്മമ്മേ, മിന്നു ചേച്ചി സീരിയൽ അഭിനയിക്കാൻ പോവാ. സീരിയലോ? ആര് പറഞ്ഞടാ നിന്നോട്? അപ്പുറത്ത് വിമല വല്യമ്മയും വല്യച്ഛനും കൂടെ പറയുന്നത് കേട്ടതാ. സീരിയലിന്റെ പേരൊന്നും ആയിട്ടില്ല, ഷൂട്ടിങ്ങിന് പോകാൻ പോവാ. ജീൻസും ഷർട്ടും ആയിരിക്കും അപ്പൊ മിന്നു ചേച്ചി ഇരുന്നത്. ഓ പിന്നെ, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ദിവസവും 10,000 രൂപയാ ശമ്പളം. അത് അന്നന്ന് വൈകുന്നേരം കിട്ടും. 10,000 രൂപയോ ഒരു ദിവസത്തേക്കോ? ഉള്ളതാണോടി വനജേ? ഓ, അത്രയും കാശൊക്കെ കിട്ടൂ? വിമല ചേച്ചി അല്ലേ അമ്മേ, എല്ലാം കുറച്ച് കൂട്ടിയേ പറയൂ. മിന്നു ചേച്ചി അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്യമ്മ അഭിനയിക്കും. ഓ, അവൾ അനുഭവിക്കും. ചുമ്മാതാടി, ഈ ചെറുക്കൻ വെറുതെ പൊളുപടിക്കുക. എന്നാ വിശ്വസിക്കണ്ട അമ്മേ, സത്യമാ. അച്ഛനാണ് സത്യം. മിന്നു ചേച്ചി വല്യമ്മ അഭിനയിക്കാൻ പോവാ. അത് ഞാൻ കേട്ടതാ. ആരാടി അഭിനയിക്കുന്നത്? നീയാണോ? നീ പിന്നെ എപ്പോഴും അഭിനയമാണല്ലോ. കെട്ടിക്കൊണ്ടുവന്ന ദിവസം നീ അഭിനയം തുടങ്ങിയതാ, അതെനിക്ക് ഓർമ്മയുണ്ട്. ഓ, അവര് തുടങ്ങി. ഇവിടെ ആരും അഭിനയിക്കുന്നില്ല. അമ്മമ്മേ, മിന്നു ചേച്ചിയും വല്യമ്മയും കൂടെ അഭിനയിക്കാൻ പോകുന്നത് സീരിയലില്, ടിവിയിലെ. 10,000 രൂപയാ ഒരു ദിവസത്തെ ശമ്പളം. ഓ, നേരാണോടി? ആ, ആർക്കറിയാം. എന്നാലൊന്നും ചോദിച്ചിട്ട് തന്നെ കാര്യം. ആ, ചെറുക്കൻ പറഞ്ഞത് ശരിയായിരിക്കും അമ്മേ. അയ്യോ, ദിവസം 10,000 രൂപ കിട്ടിയ എന്തായിരിക്കും സ്ഥിതി? പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്, ആങ്ങളമാരും നാത്തുമാരും